നമ്മളിതിപ്പോൾ ഈ വേൾഡ് കപ്പിൽ തുടക്കം മുതലേ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. മെസ്സിയെ പൂട്ടിയ എന്തു വരും എന്നുള്ളത്. അതിൻ്റെ ഉത്തരം കൂടുതൽ ഓരോ കളി കഴിയുന്തോറും ചിത്രം തെളിഞ്ഞു വരികയാണ്. ഇപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു, അൽവാരസ്, ലൗതാരോ മാർട്ടിനസ്, ഇവരൊക്കെ എൻസോ ഫെർണാണ്ടസ് അങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ ആ ഇതിലെ എന്താ പറയുക, ഒരു മരത്തിലെ ശിഖരങ്ങൾ പോലെ അവരിങ്ങനെ ഉദിച്ചുദിച്ച് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവരുടെ ആ ഒരു ലെവൽ ഓഫ് പീക്കിലേക്ക് എന്നിട്ടും അവരെത്തിയിട്ടില്ല. അവർ ഇനിയും ആ സ്റ്റേജിലേക്ക് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ മെസ്സിയെ പൂട്ടുന്നതല്ല. എനിക്ക് തോന്നുന്നത് ഈ സ്പെയിൻ്റെ പരിശീലകൻ്റെ അടുത്ത് പോയി പരിശീലിച്ച ആളാണ് അർജന്റൈൻ കോച്ച് മുന്നീട്. അപ്പോൾ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഈ സ്പെയിൻ ഒരിക്കലും ഇപ്പോൾ സെമി ഫൈനൽസിൽ ഫ്രാൻസിനായിട്ട് അവർ എംബാപ്പയെ പൂട്ടിയിട്ടില്ല. അവർ ആ വരുന്ന ചാനലുകളെയാണ് ബ്ലോക്ക് ചെയ്തത്. അപ്പോൾ അതുപോലെ ഒരു മറുതന്ത്രം സ്പെയിനിൻ്റെ കയ്യിൽ എന്തായാലും കാണും. അപ്പോൾ ആ ഇതിലേക്ക് വരുമ്പോൾ ഈ അർജൻറ്റീന മാത്രം ആശ്രയിച്ച് അവരെ പൂട്ടാൻ നിൽക്കുന്നവരെ ഇതിലേക്ക് സ്കലോണി എന്തായാലും അടുത്ത ഓപ്ഷനുകൾ എന്തായാലും കണ്ടിരിക്കും. ആ ഒരു എന്താ പറയുക, കോച്ചിങ്ങിൻ്റെ ടാക്ടിക്സിൻ്റെ ഒരു സ്റ്റൈല് നമുക്ക് ഇതിൽ കാണാം. തന്ത്രങ്ങൾക്ക് മറുതന്ത്രം മെനയുന്ന ആ ഒരു എന്താ പറയുക, അങ്കത്തട്ടിൽ ഓരോ നിമിഷവും മാറി മറിയുന്ന ആ സിറ്റുവേഷനുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ എല്ലാ മത്സരങ്ങളിലും മറ്റേ നമ്മൾ സെമി ഫൈനൽസിലൊക്കെ അർജൻറ്റീന കളിച്ചത്, അത് 80 മിനിറ്റ് കഴിഞ്ഞ് അർജൻറ്റീന പേടിക്കണം എന്നാണ് ഇപ്പോൾ നാട്ടിലെ സംസാരം. 80 മിനിറ്റ് കഴിഞ്ഞ് അർജൻറ്റീന ഡേഞ്ചറാണെന്നാണ്. അപ്പോൾ അവരെ ആ രീതിയിൽ എങ്ങനെ പൂട്ടണം എന്നുള്ളത് മറുതന്ത്രം അവിടെയും വരെയും ആ ഇതിലേക്ക് വരുന്ന മെസ്സിയെയും കൂട്ടരെയും ആ ഒരു തീർച്ചയായിട്ടും അതാണ് ആ ഒരു സമയത്ത് അവരുടെ ലെവൽ പീക്ക് ലെവലിലേക്ക് എന്താ പറയുക, ഒരു 39 വയസ്സുകാരൻ്റെ ആ പ്രകടനം ആ സമയങ്ങളിൽ ഡൗൺ ആവുന്നതാണ് ശരിക്കും നമ്മളെല്ലാവരും കാണുന്നത്. 39 അതെ ഞാൻ പറഞ്ഞു, 39 വയസ്സുകാരൻ്റെ ആ ഒരു മറ്റേ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്ലേയേഴ്സ് എല്ലാവരും താഴേക്കാണ് പോവുക. പക്ഷേ മെസ്സി അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ മേലേക്ക് കുതിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നത്. അതൊക്കെ നമുക്ക് എന്താ പറയുക, നിങ്ങളിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ ഈ കളികളൊക്കെ കാണാനൊക്കെ ഉള്ളൊരു ഭാഗ്യം നമുക്ക് ഈ ലൈവായിട്ട് ഇതിലൊക്കെ കണ്ടിരിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടുക എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്.